വേൾഡ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. യുഎഇയിൽ ഇന്ത്യൻ യുവതിയുടെ വധശിക്ഷ നടപ്പാക്കി. കുഞ്ഞ് മരിച്ച കേസിലാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഷഹ്സാദിയയുടെ വധശിക്ഷ നടപ്പിലാക്കിയത്. വിദേശകാര്യ മന്ത്രാലയം ഡൽഹി ഹൈക്കോടതിയിലാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ നിയമത്തിന് അനുസൃതമായാണ് ശിക്ഷ നടപ്പാക്കിയതെന്ന് യുഎഇ അധികൃതർ അറിയിച്ചതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഷഹ്സാദിയയുടെ സംസ്കാരം ഈ മാസം 5-ന് നടത്തുമെന്നും ASG ചേതൻ ശർമ്മ കോടതിയെ അറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് ഷഹ്സാദി ഖാന്റെ പിതാവ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ അതിഥികളായി കേരള മുസ്ലിം ജമാഅത്ത് പ്ലാനിംഗ് സെൽ ചെയർമാൻ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമിയും കാരന്തൂർ മർക്കസ് കോളേജ് പ്രൊഫസർ ഹാഫിൾ മുഹമ്മദ് അബൂബക്കർ സഖാഫിയും റമദാനോട് അനുബന്ധിച്ചുള്ള പ്രഭാഷണത്തിനെത്തിയതാണ് ഇരുവരും. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുമായി ഇരുവരും കൂടിക്കാഴ്ച നടത്തി. യുഎഇ ഔഖാഫ് പ്രതിനിധി അബ്ദുൽ അസീസ് ഹസനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ദുബായിലെ ഗതാഗത ശൃംഖല വിപുലീകരിക്കാൻ പദ്ധതി തയ്യാറാക്കി ദുബായ് RTA. ഇതുമായി ബന്ധപ്പെട്ട് ദുബായ് ഹോൾഡിംഗ്സുമായി 600 കോടി ദിർഹത്തിന്റെ കരാറിൽ ഒപ്പിട്ടതായി RTA അറിയിച്ചു. ദുബായ് ഹോൾഡിംഗ്സ് ചെയർമാൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂമിന്റെ സാന്നിധ്യത്തിൽ RTA ചെയർമാൻ മത്തർ അൽ തായറും ദുബായ് ഹോൾഡിംഗ് ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അമിത് കൌശലുമാണ് പുതിയ പങ്കാളിത്ത കരാറിൽ ഒപ്പിട്ടത്. ദുബായ് ഐലൻഡ്സ്, അൽഫർജാൻ, ജുമേറ പാർക്ക്, അർജാൻ, ലിവാൻ, മജാൻ, ജുമേറ, വില്ലേജ് ട്രയാങ്കിൾ എന്നിവയുൾപ്പെടെ ദുബായിലെ വിവിധ റെസിഡൻഷ്യൽ വാണിജ്യ മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാണ് പ്രധാനമായും പദ്ധതി ലക്ഷ്യമിടുന്നത്. ഉൾറോഡുകളിലും പ്രവേശന പോയിന്റുകളിലുമുള്ള യാത്രാ സമയം 70% വരെ കുറയ്ക്കുകയും ഗതാഗത സുരക്ഷ മെച്ചപ്പെടുകയും ചെയ്യും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ നിന്ന് ദുബായ് പ്രൊഡക്ഷൻ സിറ്റിയിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്താനും യാത്രാ സമയം കുറയ്ക്കാനും പുതിയ പാലങ്ങൾ നിർമ്മിക്കും. പ്രധാന വാണിജ്യ താമസ പ്രദേശങ്ങളിൽ ഉൾറോഡുകളും എൻട്രി എക്സിറ്റ് പോയിന്റുകളും വികസിപ്പിക്കുന്നതിലൂടെ യാത്രാ സമയം 30 മുതൽ 70% വരെ കുറയ്ക്കാനാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. പാം ജുമേറയിൽ 2 കാൽനട പാലങ്ങൾ നിർമ്മിക്കാനും പദ്ധതിയിൽ ധാരണയായിട്ടുണ്ട്. 24 ദുബായ്. അമേരിക്കയുമായി ക്രിയാത്മകമായ ചർച്ചകൾക്ക് ഇപ്പോഴും തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി. ധാതു വിഭവങ്ങൾ പങ്കിടുന്നതിനുള്ള കരാറിൽ ഒപ്പുവയ്ക്കാൻ യുക്രൈൻ തയ്യാറാണ്. എന്നാൽ റഷ്യയ്ക്ക് യുക്രൈന്റെ ഭൂമി വിട്ടു നൽകില്ല എന്നും സെലൻസ്കി അറിയിച്ചു. ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നില്ല. എന്തു സംഭവിച്ചാലും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമം തുടരും. രാജ്യത്തെ ധാതുവിഭവങ്ങൾ പങ്കിടുന്നതിൽ അമേരിക്കയുമായി കരാർ ഒപ്പിടാൻ ഇപ്പോഴും തയ്യാറാണ്. അമേരിക്കയും ഈ വിഷയത്തിൽ മറുത്തുപറയില്ലെന്നാണ് വിശ്വാസം. ചിലപ്പോൾ കുറച്ചു സമയമെടുത്തേക്കാം. 2 രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്നതിലുപരി ഈ വിഷയത്തിന്റെ ഗൗരവം വലുതാണ്. യാഥാർത്ഥ്യം അംഗീകരിച്ചേ പറ്റൂ. യുക്രൈൻ ഒരു വലിയ രാജ്യമല്ലായിരിക്കാം. പക്ഷേ സ്വാതന്ത്ര്യത്തിനായി തന്റെ രാജ്യം എത്ര ശക്തമായി പൊരുതുന്നു എന്നത് ലോകം കാണുന്നുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്രിയാത്മകമായ ചർച്ചയ്ക്ക് ക്ഷണിച്ചാൽ യുക്രൈൻ ജനതയെ പ്രതിനിധീകരിച്ച് ക്ഷണം സ്വീകരിക്കും. പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാകണമെന്നു മാത്രം. അടച്ചിട്ട മുറിക്കുള്ളിലാകണം ചർച്ച. വിയോജിപ്പുകളുണ്ടെങ്കിലും ക്ഷണിച്ചാൽ താൻ വീണ്ടും വൈറ്റ് ഹൌസിലെത്തും. പക്ഷേ യുക്രൈന്റെ ഭൂമി റഷ്യയ്ക്ക് ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ലെന്നും സെലൻസ്കി വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. കേസിൽ വിധി പറയുന്നത് റിയാദിലെ കോടതി വീണ്ടും നീട്ടി. അതേസമയം അബ്ദുൾ റഹീമിന് വേണ്ടി കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയതായി നിയമസഹായ സമിതി അറിയിച്ചു. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദ് ജയിലിൽ കഴിയുന്ന ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് വിധി പറയുന്നത് കോടതി വീണ്ടും നീട്ടി. ഇത് 9ാം തവണയാണ് കേസ് നീട്ടിവെക്കുന്നത്. സൗദി സമയം രാവിലെ 10 മണിക്ക് കേസ് പരിഗണിച്ചപ്പോൾ അബ്ദുറഹീമും അഭിഭാഷകരും ഓൺലൈൻ വഴി ഹാജരായിരുന്നു. മാർച്ച് 18 രാവിലെ സൗദി സമയം 11 മണിക്ക് കേസ് വീണ്ടും പരിഗണിക്കും. അതേസമയം ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും കേസ് ഫയലിന്റെ ഹാർഡ് കോപ്പി റിയാദിലെ ഗവർണറേറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചു. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണിത്. കേസ് നീളുന്നതുമായി ബന്ധപ്പെട്ട് റഹീമിന്റെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം റിയാദ് ഗവർണറെ കണ്ടിരുന്നു. മോചനം വൈകുന്ന സാഹചര്യത്തിൽ അബ്ദുറഹീമിന് വേണ്ടി കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയതായി അഭിഭാഷകൻ ഡോക്ടർ റെന അറിയിച്ചു. കഴിഞ്ഞ 18 വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ വധശിക്ഷ കഴിഞ്ഞ വർഷം ജൂലൈ 2-ന് റദ്ദാക്കിയിരുന്നു. ജലീൽ കണമകലം, 24 ജിദ്ദ. പ്രവാസികളുടെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ മ്യൂസിക്കൽ ത്രില്ലർ വീഡിയോ നീ ശ്രദ്ധേയമാവുന്നു. പൂർണ്ണമായും ദുബായ് പശ്ചാത്തലമാക്കിയാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രവാസിയായ അഭിജിത്ത് തറയിങ്കലിന്റെ വരികൾക്ക് മൈൽ സ്റ്റുഡിയോസ് മാനേജിംഗ് ഡയറക്ടർ ലിയോ ജോസഫ് സംഗീതം പകർന്നു. സുനിൽ ഷായാണ് സംവിധാനം.
കാസർഗോഡ് മഞ്ചേശ്വരം ഓമഞ്ചൂരിൽ കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി ഒരു കുടുംബത്തിലെ 3 പേർക്ക് ദാരുണാന്ത്യം. കാസർഗോഡ് ബൈക്കട്ട സ്വദേശികളായ ജനാർദ്ദൻ, വരുൺ, കിഷൻ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതര പരുക്ക്. അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. 10 മണിയോടെയാണ് മഞ്ചേശ്വരം ഹൊസങ്കടി ചെക്ക് പോസ്റ്റ് പരിസരത്തുള്ള ബ്രിഡ്ജിന് തൊട്ടടുത്താണ് ഈ ഒരു അപകടമുണ്ടായത്. സ്പീഡിൽ വന്ന ഒരു കാർ ഡിവൈഡർക്ക് അടിച്ചുകൊണ്ട് ബ്രിഡ്ജിൽ മറിയുകയും അവിടുന്ന് ഈ അപകടം സംഭവിക്കുമ്പോൾ കാറിലുണ്ടായിരുന്ന 4 പേരാണ്. ഒരു അച്ഛനും മകനും മറ്റൊരാളും 3 പേര് സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. ഒരാൾ സീരിയസ് ആണ്. അവർ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തേക്ക് എത്തി. സന്നദ്ധ പ്രവർത്തകരും ജനങ്ങളും സ്ഥലത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി. അപ്പോൾ അച്ഛനും മകനും ഒരാളെ മംഗലാപുരത്തേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഈ അപകടം സംഭവിച്ചത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ഈ ദൃക്സാക്ഷി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇയാൾ ഈ കാറിൽ യാത്ര ചെയ്തവരുടെ ബന്ധു തന്നെയാണോ? ഇയാളുടെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? പ്രവിത, എല്ലാവരും ബന്ധുക്കളാണ്. ഇതിൽ ജനാർദ്ദയും ജനാർദ്ദയുടെ മകനുമാണ് ഒരു കുടുംബത്തിലെ 2 അംഗങ്ങളുള്ളത്. മറ്റ് കിഷൻ, അതുപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റ രത്തൻ എന്നിവരും ബന്ധുക്കളാണ്. കിഷനും രത്തനും കർണാടക ഉപ്പിലങ്ങാടി സ്വദേശികളാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മരിച്ച 3 പേരുടെയും ജനാർദ്ദന, മകൻ ബായിക്കട്ട സ്വദേശി ജനാർദ്ദന, മകൻ വരുൺ, ഉപ്പിലങ്ങാടി സ്വദേശി കിഷൻ എന്നിവരുടെ മൃതദേഹങ്ങൾ മംഗൽപാടി താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. രത്തൻ ഗുരുതര പരിക്കുകളോടെ ഇപ്പോഴും മംഗലാപുരത്തെ ആശുപത്രിയിൽ കഴിയുകയാണ്. രാത്രി 10 മണിയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കാറിന്റെ അമിത വേഗതയായിരുന്നു. ഈ റോഡിലുണ്ടായിരുന്ന ഡിവൈഡർ പെട്ടെന്ന് ഡ്രൈവർ കണ്ടില്ല. കിഷനാണ് വാഹനം ഓടിച്ചിരുന്നത്. ഡ്രൈവർ കണ്ടില്ല. ഈ ഡിവൈഡറിൽ തട്ടിയതിനു ശേഷം വാഹനം വെട്ടിച്ചപ്പോൾ വാഹനം ബ്രിഡ്ജിലേക്ക് മറിയുകയായിരുന്നു. കാർ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഈ ആളുകൾ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ അവസ്ഥയിലായിരുന്നു. നാട്ടുകാരും അതുപോലെ തന്നെ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളൊക്കെ ഓടിക്കൂടിയപ്പോഴേക്കും ഈ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. അവരെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. പക്ഷേ 3 പേരുടെയും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. രത്തനെ ഉടൻ തന്നെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കർണാടക ഉപ്പിലങ്ങാടി ഭാഗത്തേക്കാണ് ഇവർ പോയിരുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കിഷനെ യാത്രയാക്കുന്നതിന് വേണ്ടിയായിരുന്നു മറ്റ് 4 പേർ കൂടി ചേർന്ന് പോയിരുന്നതെന്നാണ് പറയുന്നത്. കിഷനാണ് വാഹനം ഓടിച്ചിരുന്നത്. കാറ് അമിത വേഗതയിലായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. പൂർണ്ണമായും വാഹനം തകർന്ന അവസ്ഥയിലാണ്. വാഹനം തകർന്ന് ചിന്നിച്ചിതറി പല ഭാഗത്തേക്കും തെറിച്ച അവസ്ഥയിലാണ്. അപ്പോൾ അത്രത്തോളം ആഘാതത്തിൽ ആ വാഹനം ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റിന്റെ ഒരു കുറവുണ്ട്. അതാണ് ഈ ഡിവൈഡർ ഡ്രൈവർക്ക് കാണുന്നതിന് ബുദ്ധിമുട്ടുണ്ടായതെന്നും പറയുന്നുണ്ട്. ഇനി വാഹനത്തിലുണ്ടായിരുന്നവർ ഉറങ്ങിപ്പോയോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തെത്തിയാണ് ഈ പരിക്കേറ്റ ആളുകളെയും അതുപോലെ തന്നെ മരിച്ച ആളുകളെയും ഒക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത്. പ്രവിത. ശരി, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അക്രമവും ചർച്ച ചെയ്ത നിയമസഭ. ലഹരി വ്യാപനം തടയാൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച മുഖ്യമന്ത്രി പുതുതലമുറ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ചു. ചർച്ച മാത്രം പോരെന്നും അക്രമവും ലഹരിയും തടയാൻ ആക്ഷൻ പ്ലാൻ വേണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും. അവന്റെ കണ്ണൊന്ന് പോയി നോക്ക്, കണ്ണൊന്നുമില്ല. സാർ, ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശമാണ്. താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിന്റെ മരണവും സംസ്ഥാനത്തെ അക്രമ സംഭവങ്ങളും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തലയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. സംസ്ഥാനത്ത് ലഹരി വ്യാപനം കൂടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ആർക്ക് വേണമെങ്കിലും 15 മിനിറ്റ് കേരളത്തിലെ ഏത് സ്പോട്ടിൽ വേണമെങ്കിലും ഏത് തരത്തിലുള്ള ഡ്രഗ്സും കിട്ടും. ലഹരിക്കെതിരെ ഉപദേശം മാത്രം പോരെന്നും പ്രതിപക്ഷ നേതാവ്. സർക്കാർ ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നാൽ കൂടെ നിൽക്കുമെന്നും പ്രതിപക്ഷ നേതാവിന്റെ ഉറപ്പ്. ലഹരി വ്യാപനം തടയാൻ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ചായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. പുതിയ തലമുറയുടെ സമ്മർദ്ദവും ഒറ്റപ്പെടലും സൂചിപ്പിച്ച് മുഖ്യമന്ത്രി. നമ്മുടെ ഇളം തലമുറ വല്ലാതെ അസ്വസ്ഥമാണ്. അതാണ് ഒരു പ്രത്യേകത. അക്രമ സംഭവങ്ങളിൽ സിനിമകളുടെയും സീരിയലിന്റെയും സ്വാധീനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പരാമർശിച്ചത് ആവേശം എന്ന സിനിമയെക്കുറിച്ചായിരുന്നു. പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു, ആ എടാ മോനെ എന്ന് വിളിക്കുന്നൊരു രംഗമില്ലേ സിനിമയിലെ ഒരു എടാ മോനെ എന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത്. അയാളൊരു റൗഡിയാണ്, കുട്ടികളെ ആ കുട്ടി അത് കണ്ടിട്ട് കുട്ടികള്
ഇവിടെയുള്ള ചില റൗഡി ഗ്യാങ് തലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു. സെൻസർ ബോർഡ് എന്താണ് പരിശോധിക്കുന്നതെന്നും മുഖ്യമന്ത്രി. ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പ്രശംസിക്കുകയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ വിമർശിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ നിലപാടും ശ്രദ്ധേയമായി. വിവിധ മേഖലകളിലുള്ളവരെ ചേർത്ത് ഇക്കാര്യത്തിൽ വിശാലമായ ആലോചനാ യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 24 തിരുവനന്തപുരം. അടിയന്തര പ്രമേയ ചർച്ചയുടെ തുടക്കത്തിൽ നാടകീയ രംഗങ്ങളായിരുന്നു നിയമസഭയിൽ ഉണ്ടായത്. രമേശ് ചെന്നിത്തല വിഷയം അവതരിപ്പിക്കുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷുഭിതനായി ഇടപെട്ടു. പിന്നാലെ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രംഗത്തുവന്നു. കാണാം നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള കൊമ്പുകോർക്കൽ. സർ, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്? അദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. വേണമെങ്കിൽ അതാകാം, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇപ്പൊ യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ? യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത്? ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണോ ശരിയായ രീതി? യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം. നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ. നിങ്ങളെ കുറ്റപ്പെടുത്തും. അതിനെന്തിനാണ് അങ്ങ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഡിബേറ്റ് സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസംഗിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട. ഈ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത്. ഗവൺമെന്റ് വളരെ ഓപ്പണായി ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാനുള്ള ഒരു അവസരം എന്ന രീതിയിൽ ചർച്ചയെ മാറ്റുമ്പോൾ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഈ നാടിനെ അപകടത്തിലേക്കാക്കാൻ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുറന്ന മനസ്സോടെയാണ് സർക്കാർ ഇതിനെ സ്വീകരിച്ചത്. അദ്ദേഹം ഒരു സാമൂഹിക വിപത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭം എങ്ങനെ കൊയ്യാമെന്ന ദുഷ്ടലാക്കാണ്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ അൺപാർലമെന്ററി ഒന്നും അല്ല. 2016 മുതൽ 21 വരെയുള്ള 5 വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാണ്. അത് കേൾക്കാത്ത ആളല്ല ഞാൻ. അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ട. താമരശ്ശേരിയിൽ മരിച്ച 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്കുൾപ്പെടെയുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി പോലീസ്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധങ്ങൾക്കിടെ മുഹമ്മദ് ഷഹബാസ് വധക്കേസിലെ പ്രതികളായ 5 വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതി. വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിൽ പ്രത്യേകം സജ്ജീകരിച്ച കേന്ദ്രത്തിലായിരുന്നു പരീക്ഷ. ഒന്നാം പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ നഞ്ചക്ക് മറ്റു പ്രതികളുടെ മാതാപിതാക്കളിൽ നിന്നും പിടിച്ചെടുത്ത 4 മൊബൈൽ ഫോണും ഒരു ലാപ്ടോപ്പും അടക്കമാണ് ഇന്ന് താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ഒന്നാം പ്രതിയുടെ പിതാവിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെങ്കിലും ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവുകൾ കണ്ടെത്താനായില്ലെന്ന് പോലീസ് പറയുന്നു. ഒരു കേസിലെ പ്രതി അയാൾക്ക് മുൻ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെങ്കിൽ പോലും പുതിയതായിട്ട് ഉണ്ടാക്കുന്ന കേസിലേക്ക് അത് പരിഗണിക്കരുതെന്നാണ്. എന്നിരുന്നാലും ഉണ്ടെങ്കിൽ അയാളുടെ ഈ കേസിലേക്ക് തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാൻ ഉപകരിക്കുന്നത് എടുക്കുക. പ്രതികളായ 5 വിദ്യാർത്ഥികളെ SSLC പരീക്ഷ എഴുതിച്ചതിൽ പ്രതിഷേധിച്ച് KSUവും MSFും യൂത്ത് കോൺഗ്രസും ജുവനൈൽ ഹോമിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 2 തവണ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മതിൽ ചാടിയ പ്രവർത്തകർ ഉൾപ്പെടെ 80 പേരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ നടത്താനായിരുന്നു തീരുമാനമെങ്കിലും പ്രതിഷേധം കണക്കിലെടുത്താണ് ജുവനൈൽ ഹോമിൽ പരീക്ഷാ കേന്ദ്രമൊരുക്കിയത്. പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ പരസ്യമായ പ്രതിഷേധം വിവിധ സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോൾ വിവിധ ഹാഷ്ടാഗുകളോടെ ഓൺലൈൻ പ്രതിഷേധങ്ങളും തുടരുകയാണ്. പരീക്ഷ അവസാനിക്കുന്നതുവരെ ഈ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. സ്വകാര്യ സർവകലാശാല ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട് നിയമസഭ. സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ തള്ളി. ബില്ലിനെതിരെ CPI വിദ്യാർത്ഥി സംഘടന AISF നിയമസഭാ മാർച്ച് നടത്തി. വിവാദങ്ങൾക്കും പരസ്യ പ്രതിഷേധങ്ങൾക്കുമിടയിൽ സ്വകാര്യ സർവകലാശാല ബിൽ സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആഗോള ഹബ്ബായി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യം. സ്വകാര്യ സർവകലാശാലകളെ പൊതു സർവകലാശാലകൾക്ക് പകരമായി കാണുന്നില്ലെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒരു ഇന്റർനാഷണൽ ഹബ്ബാക്കി മാറ്റും
ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചത്. സ്വകാര്യ സർവകലാശാലകൾ പൊതു സർവകലാശാലകൾക്ക് ബദലായോ അവയ്ക്ക് പകരമായോ ഈ സർക്കാർ കാണുന്നില്ല. പൊതു സർവകലാശാലകളെയും കോളേജുകളെയും ശക്തിപ്പെടുത്തുക എന്നതിന് തന്നെയാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണന. സർക്കാർ അവതരിപ്പിച്ച ബിൽ തട്ടിക്കൂട്ടാണെന്നും സ്വകാര്യ സർവകലാശാല നിയമം സംബന്ധിച്ച് ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അവ്യക്തതകളുടെ കൂടാരമാണ് ഈ ബിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ സ്വകാര്യ സർവകലാശാല ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് അയക്കണം. ഗൗരവതരമായ ചർച്ച നടത്തിയിട്ട് വേണം ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നാണ്. സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളിൽ ആദ്യത്തേതും സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. എന്നാൽ അതിൽ സ്ഥാപനങ്ങളുടെ നിയന്ത്രണവും അധികാരവും സംബന്ധിച്ച രണ്ടാമത്തെ ബിൽ അവതരിപ്പിച്ചില്ല. ബില്ലിന്റെ മലയാളം പതിപ്പ് മാത്രമാണ് ഗവർണർക്ക് അയച്ചു നൽകിയത്. ബില്ലിന്റെ ഇംഗ്ലീഷ് പതിപ്പ് ഗവർണർക്ക് അയച്ചിട്ടുണ്ടെന്നും അനുമതി ലഭിച്ച ശേഷം 20-ന് സഭയിൽ അവതരിപ്പിക്കുമെന്നും മന്ത്രി സഭയെ അറിയിച്ചു. ഇതിനിടെ സ്വകാര്യ സർവകലാശാല ബില്ലിനെതിരെ AISF നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിനെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തിരുവനന്തപുരം. എറണാകുളം വാഴക്കുളം പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ സംഘർഷം. ഭൂമി ഒഴിപ്പിക്കാനെത്തിയ അഭിഭാഷക കമ്മീഷനെ പ്രതിഷേധക്കാർ തടഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് നടപടികൾ താൽക്കാലികമായി അവസാനിപ്പിച്ച് അഭിഭാഷക കമ്മീഷൻ പിൻവാങ്ങി. ഞങ്ങളെങ്ങോട്ട് പോണേ? ഞങ്ങൾ പോകില്ല. ഞങ്ങളെ കൊന്നുകൊണ്ട് പണി കൊണ്ടുപോട്ടെ, അല്ലാണ്ട് ഞങ്ങൾ പോകില്ല. ഈ വാക്കുകൾ വാഴക്കുളം പാരിയത്തുകാവിലെ 8 കുടുംബങ്ങളുടെ വാക്കുകളാണ്. ജനിച്ചു വീണ മണ്ണിനു വേണ്ടി അവർ പോരാട്ടം തുടങ്ങിയിട്ട് നാളുകളായി. പെരിയാർ വാലി കനാലിനോട് ചേർന്ന 19 ഏക്കറോളം വരുന്ന സർക്കാർ പുറമ്പോക്ക് ഭൂമി. അതിൽ 2 ഏക്കറിൽ താമസിക്കുന്നത് 8 കുടുംബങ്ങൾ. പഞ്ചായത്തുകൾ കയറിയിറങ്ങി കേറിക്കിടക്കാൻ ഒരു കൂര പണിതപ്പോൾ ഭൂമിയുടെ ഉടമസ്ഥത അവകാശപ്പെട്ടുകൊണ്ട് സ്വകാര്യ വ്യക്തി രംഗത്തു വന്നു. സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി സുപ്രീം കോടതി വിധിയും. അന്നു തുടങ്ങിയതാണ് മണ്ണിനു വേണ്ടിയുള്ള ഈ പോരാട്ടം. വൻ പോലീസ് സന്നാഹത്തോടെ കുടിയൊഴിപ്പിക്കൽ നടപടിക്കായി അഭിഭാഷക കമ്മീഷൻ പ്രദേശത്തെത്തുന്നത് 8 തവണ. എന്നാൽ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഓരോ തവണയും മടങ്ങേണ്ടി വന്നു. രേഖകൾ ഹാജരാക്കാൻ 2 ആഴ്ചത്തെ സമയം സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഒഴിപ്പിക്കുന്നതിനായി അഭിഭാഷക കമ്മീഷൻ പ്രദേശത്തെത്തുന്നത്. നിയമാനുസൃത നടപടിക്കെതിരല്ലെന്നും എന്നാൽ നോട്ടീസ് നൽകാതെ കുടിയൊഴിപ്പിക്കൽ അംഗീകരിക്കില്ലെന്നുമാണ് പ്രതിഷേധക്കാർ പറയുന്നത്. കമ്മീഷനോട് നിയമപരമായ കാര്യങ്ങൾ പറഞ്ഞു. സുപ്രീം കോടതി ഇവർക്ക് 2 ആഴ്ച ഡോക്യുമെൻ്റ് ഹാജരാക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. അതുവരെയും ഇത് ഒഴിപ്പിക്കൽ നടപടി നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ അവസാനം സമ്മതിച്ച് പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഒഴിപ്പിക്കുന്നതിനെതിരെ പ്രദേശത്ത് അനിശ്ചിതകാല സമരം തുടരുകയാണ്. ജനിച്ചു വളർന്ന മണ്ണാണ്. പെട്ടെന്നൊരു ദിവസം ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഈ പാവങ്ങൾ എങ്ങോട്ടിറങ്ങും? മണ്ണിനു വേണ്ടിയുള്ള പോരാട്ടമാണ്, മറ്റൊന്നിനും വേണ്ടിയല്ല. ക്യാമറാമാൻ രാഹുൽ VS-നൊപ്പം അൻമരിയ സനി, 24 കൊച്ചി. സംസ്ഥാന സർക്കാരിനെതിരെ നിയമസഭയിലേക്ക് ആശാവർക്കേഴ്സിന്റെ മാർച്ച്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കേഴ്സാണ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. സമരക്കാർക്ക് പിന്തുണയുമായി സംസ്ഥാന വ്യാപകമായി കോൺഗ്രസും പ്രതിഷേധം നടത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന രാപകൽ സമരത്തിന് 22ാം ദിവസമാണ് നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചത്. 1000-ഓളം ആശാവർക്കേഴ്സ് സമരത്തിൽ പങ്കെടുത്തു. ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കൽ തുടങ്ങിയ ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിക്കുന്നുവെന്ന് സമരക്കാർ. ഇപ്പൊ ഓണറേറിയം വർദ്ധിപ്പിച്ചു തരേണ്ടത് സംസ്ഥാന സർക്കാരല്ലേ? അവരാണ് തരുന്നതെന്നല്ല അവർ ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് 21,000 രൂപക്കാന്ന് പറഞ്ഞ അവരല്ലേ? അതുകൊണ്ടാണ് നമ്മൾ അവർക്കെതിരെ സമരം നടത്തുന്നത്. KK രമ MLA മാർച്ചിന് ഐക്യദാർഢ്യവുമായി എത്തി. ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ച് നടത്തി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും മറ്റിടങ്ങളിൽ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കുമായിരുന്നു കോൺഗ്രസിന്റെ മാർച്ച്. എല്ലാ ദിവസവും ആശാ വർക്കർമാരാണ് കേരളത്തിന്റെ പൊതുശത്രുക്കൾ എന്നുള്ള നിലയിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഇവരെ ശത്രുക്കളായി കണ്ട അവർക്കെതിരായിട്ടുള്ള
പ്രസ്താവനകളാണ് ഇറക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയാണ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ സംസാരിച്ചത്. ആശാ വർക്കേഴ്സിന് രാജ്യത്ത് ഏറ്റവും അധികം ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണെന്നും മന്ത്രി ആവർത്തിച്ചു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് സർ. ആ ഓണറേറിയം മാത്രമല്ല, അപ്പോൾ തെറ്റായിട്ട് അതും വ്യാഖ്യാനിക്കുന്നുണ്ട് സർ. ഓണറേറിയം മാത്രമാണ്, അങ്ങനെയല്ല. ഓണറേറിയം കൂടാതെ 3000 രൂപ ഫിക്സ്ഡ് ഇൻസെന്റീവ് ഉണ്ട് സർ. മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കിയ കേരള ടീമിന് തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്വീകരണം നൽകി. നാട്ടിൽ ലഭിക്കുന്ന സ്വീകരണം ആവേശം പകരുന്നതാണെന്നും കേരളത്തെ ഇനിയും അഭിമാനത്തിലെത്തിക്കുമെന്നും സച്ചിൻ ബേബി പറഞ്ഞു. നാളെ നടക്കുന്ന അനുമോദന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യാതിഥിയാകും. ഐ ലീഗ് ഫുട്ബോൾ ഹോം മാച്ചിൽ ഗോകുലം കേരള എഫ്സിക്ക് വീണ്ടും പരാജയം. കോഴിക്കോട് കോർപ്പറേഷൻ EMS സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഷില്ലോങ് ലജോങ് FC 3-നെതിരെ 4 ഗോളുകൾക്കാണ് ഗോകുലത്തെ പരാജയപ്പെടുത്തിയത്. പരാജയത്തോടെ ഗോകുലം 25 പോയിന്റുമായി പട്ടികയിൽ 6ാം സ്ഥാനത്തായി. ഷില്ലോങ് ലജോങ് 26 പോയിന്റുമായി 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഗോകുലത്തിന്റെ അടുത്ത മത്സരം മാർച്ച് 9-ന് രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെയാണ്. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.